കൃഷ്ണ, ഹരേ കൃഷ്ണ. കേൾക്കാലോ അല്ലെ? കേൾക്കാം കേൾക്കാം. ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ അജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. എല്ലാ ഭക്തർക്കും എൻ്റെ സാദര പ്രണാമം. അപ്പൊ പതിവ് പോലെ നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം ഗീതാ മാഹാത്മ്യത്തോടുകൂടി. ഗീതാ മാഹാത്മ്യത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. എന്താ നമ്മൾ അവിടെ കണ്ടത്? നമ്മള് എന്താണ് ജീവിതത്തിൽ നമ്മൾ പലതും ചെയ്യുന്നുണ്ട് അല്ലെ? എന്തിനാ നമ്മൾ ചെയ്യുന്നത്? സന്തോഷത്തിന്. ദുഃഖിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാറുണ്ടോ? നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നോരോന്നും ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഭഗവത്ഗീത ഇവിടെ പറയുന്നു, ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞേ? ഭഗവത്ഗീതയുടെ സന്ദേശം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ എന്താണ്? ഭയശോകാതി വർജിത. എല്ലാ ഭയങ്ങളിലും ശോകങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാകാം എന്ന് കണ്ടു. പിന്നെ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ കണ്ടത്? ആത്മാർത്ഥമായിട്ട് നമ്മൾ ഗൗരവമായിട്ട് ഈ ഭഗവത്ഗീത പഠിച്ച് അതനുസരിച്ച് ജീവിച്ചാല് നമ്മുടെ സകല പാപ പ്രതികരണങ്ങൾ മാത്രമല്ല, പിന്നെന്താണ്, പാപം ചെയ്യാനുള്ള വാസനകൾ വരെ ഇല്ലാതെയാകുന്നു. വാസനകളെ വരെ അതില്ല. ഈ പാപം ചെയ്യാനുള്ള ഈ വാസനകളാണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്നും നമ്മുടെ വാസനകൾ, ഉള്ളിൽ കിടക്കുന്ന വാസനകളാണല്ലോ നമ്മെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. ആ വാസനകൾ വരെ അത് നശിപ്പിക്കുന്നു, അതില്ലാതാകുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് 3-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃത സ്നാനം സംസാരമലനാശനം. എന്താ പറയണത്? നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു എന്ന് പറയും അല്ലെ? നമ്മൾ ദിവസവും കുളിക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, വീട് വൃത്തിയാക്കുന്നുണ്ട്, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നനയ്ക്കുന്നുണ്ട് അല്ലെ? ബാഹ്യമായിട്ടുള്ള ശുചീകരണത്തെ കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ്. പക്ഷെ അന്തരംഗ ശുദ്ധിയെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മളൊരു തത്തയെ വാങ്ങി, ഒരു തത്തയെ കൂട്ടിലിട്ട് പൂട്ടി. നമ്മൾ കൂട് പെയിന്റ് ചെയ്തു, വൃത്തിയാക്കി, ദിവസവും വൃത്തിയാക്കും, ക്ലീൻ ചെയ്യും, പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി ഭംഗിയായിട്ട് വെക്കും. പക്ഷെ തത്തയ്ക്ക് വേണ്ടതൊന്നും കൊടുക്കില്ല, ഭക്ഷണവും കൊടുക്കില്ല. എങ്ങനെ ഉണ്ടാവും? തത്തയ്ക്ക് വേണ്ടിയാണോ കൂട്? കൂടിന് വേണ്ടിയാണോ തത്ത? അല്ലെ? തത്തയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ കൂട് വാങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ശരീരം എന്നുള്ളത് പറയണത് എന്താണ്? ഈ ആത്മാവിന് വസിക്കാനുള്ള ഒരു കൂടാണ് ഈ ഇത് അല്ലെ? അപ്പൊ നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ? ചിലയിടത്ത് പോകുമ്പോ, ചിലരുടെ അടുത്ത് നമ്മൾ പോകുമ്പോ ഉണ്ടല്ലോ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും ഒട്ടും, പക്ഷെ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ്, ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും, എന്തോ ഒരു പോസിറ്റീവ് എനർജി വൈബ്രേഷൻ നമുക്ക് തോന്നും അല്ലെ? പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് തോന്നാറില്ലേ? ആദ്യമായിട്ട് കാണും, പക്ഷെ നമുക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നും അല്ലെ? അതേസമയം ചിലരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴോ വല്ലാത്തൊരു നെഗറ്റിവിറ്റിയാണ് നമുക്ക് തോന്നുക അല്ലെ? എന്താ അത്? നമ്മൾ കൊണ്ടു നടക്കുന്ന ആ എന്താ പറയുക, ആ വൈബ്രേഷൻസ്, ആ എനർജി, അതാണ് പുറത്തേക്ക് വമിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ പറയണു, ഭഗവത്ഗീതയിൽ മുങ്ങിക്കുളിച്ചാൽ എന്താ പറ്റണേ? ഈ തത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാല്, ഇതിൽ മുങ്ങിക്കുളിച്ചാൽ ജീവിച്ചു കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിലെ സകല മാലിന്യങ്ങളും നശിച്ചു പോകുന്നു, അന്തരംഗം ശുദ്ധമാകുന്നു എന്ന് പറയണം. ഓക്കെ, നമുക്കിനി അടുത്ത ശ്ലോകം വായിക്കാം. ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്ര വിസ്തരൈ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിശ്രുത. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകയാൽ മറ്റൊരു വേദസാഹിത്യവും പഠിക്കേണ്ടതില്ല. ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് ആളുകൾ ലൗകിക വ്യാപാരത്തിൽ അത്രയധികം മുഴുകിയിരിക്കുന്നത് കൊണ്ട് വേദസാഹിത്യം മുഴുവൻ വായിക്കുക അവർക്ക് അസാധ്യമത്രേ. എന്നാൽ അത് ആവശ്യമില്ല. ഈ ഒരൊറ്റ ഗ്രന്ഥം ഭഗവത്ഗീത മതി. കാരണം അത് എല്ലാ വേദസാഹിത്യങ്ങളുടെയും സാരസർവസ്വമാണ്. മാത്രവുമല്ല, പ്രത്യേകിച്ചും അത് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടവും ആണ് എന്ന് പറയുന്നു. അപ്പൊ എന്താ അവിടെ? കലിയുഗത്തില് നമുക്ക് ഒന്നിനും നേരില്ല അല്ലെ? എങ്ങോട്ടെന്ന് അറിയാണ്ട് ഒരു പരക്കം പാച്ചിലാണ് നമ്മൾ അല്ലെ? എന്താ ചെയ്യണേ, എങ്ങോട്ടാ പോണെന്ന് ആകമാനം ഒരു പരക്കം പാച്ചിലാണ് അല്ലെ? അപ്പൊ ഇവിടെ പറയണു, വൈദിക ശാസ്ത്രങ്ങളുടെ സാരാംശമായിട്ടുള്ള
ഈ ഭഗവത്ഗീത ഇത് മുഴുവനും നമുക്ക് ഈ വൈദിക ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ചെടുക്കാമെന്ന് നമുക്ക് നേരല്ലേ. അപ്പൊ ഈ എല്ലാത്തിന്റെയും സർവശാസ്ത്രങ്ങളുടെയും സാരാംശമായിട്ടുള്ള ഈ ഭഗവത്ഗീത വായിച്ചാൽ മാത്രം മതി. എന്താണ് ഈ ഒരൊറ്റ കൃതി കൊണ്ട് എന്താണ് എല്ലാത്തിന്റെയും തത്വം നമുക്ക് കിട്ടും. കാരണം ഇത് എല്ലാത്തിന്റെയും സാരാംശമാണ്. ഇത് ഒരെണ്ണം മാത്രം, ഈ ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ മതി, എന്താ എല്ലാത്തിന്റെയും സമ്മറി, സാരാംശം നമുക്ക് കിട്ടി. ഓക്കെ, അതാണ് ഇവിടെ പറയണത്. ഓക്കെ, നമുക്കിനി അടുത്തത് 5-ാമത്തെ ശ്ലോകം വായിക്കാം. ഭാരതാമൃത സർവസ്വം വിഷ്ണുവക്ത്രാദ്വി നിസ്തൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മ ന വിദ്യത്തെ. എന്താ പറയണേ? ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്ത് പറയാൻ? മഹാഭാരതത്തിന്റെ സാരാമൃതം അത്രേ ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണത്. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ്. ഗംഗ ഭഗവാന്റെ പങ്കജ നിർഗതവുമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കുറെ കൂടി പ്രധാനമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഗംഗ എവിടെ നിന്നാണ്? ഭഗവാന്റെ കാലിന്റെ വിരലിൽ നിന്നാണ് ഗംഗ ഒഴുകി വരുന്നത്, നിർഗമിക്കുന്നത്. അതുപോലെ ഭഗവത്ഗീത ഭഗവാന്റെ തിരുമുഖത്തു നിന്നാണ്. അപ്പൊ ഭഗവാന്റെ മുഖവും ഭഗവാന്റെ കാലും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഭഗവാന്റെ രൂപവും ഭഗവാന്റെ നാമവും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ വാക്കുകളും ഒന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളിപ്പോ ദാഹിക്കുമ്പോ എനിക്ക് വെള്ളം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദാഹം മാറില്ല. വെള്ളം എന്നുള്ള വസ്തു എടുത്ത് കുടിക്കണം, അല്ലെങ്കിൽ വെള്ളം എന്നുള്ള വസ്തു, വെള്ളം എന്നുള്ള വാക്കും രണ്ടും രണ്ടാണ്. വെള്ളം എടുത്ത് കുടിച്ചാലേ എന്താ ദാഹം മാറുള്ളൂ. പക്ഷെ ഭഗവാന്റെ കാര്യത്തിൽ അതല്ല. ഭഗവാന്റെ പേരും ലീലകളും രൂപവും എല്ലാം ഒന്ന് തന്നെ. അപ്പൊ നമ്മൾ നമ്മൾ വിളിക്കുമ്പോ എന്താ? കൃഷ്ണൻ നമ്മുടെ നാക്കത്ത് നൃത്തം വെക്കുകയാണ്. അതുകൊണ്ടാ പറയുന്നത് ശ്രദ്ധാഭക്തിയോടുകൂടി വേണം നാമം ചെല്ലാൻ. നമ്മൾ കൃഷ്ണ എന്ന് വിളിച്ച് കൃഷ്ണനെ വരുത്തുകയാണ് എന്റെ അടുത്തേക്ക്. കൃഷ്ണനെ വരുത്തിയിട്ട് എന്റെ മനസ്സ് വേറെ വല്ലയിടത്തേക്കാണ്, അടുക്കളയിലെ കാര്യമില്ലയോ, ഇന്നിപ്പോ എന്താ ചെയ്യേണ്ടത്, അത് ഇത് മറ്റത് 100 അടുത്തേക്ക് എന്റെ മനസ്സ് പാഞ്ഞുകൊണ്ടിരുന്നാല് ഭഗവാനെ അപമാനിക്കണ മാതിരിയല്ലേ അല്ലേ? ഭഗവാനെ വിളിച്ചു വരുത്തിയാൽ ആ ശ്രദ്ധാഭക്തിയോടുകൂടി വേണം നമ്മള് ഭഗവാനെ വിളിക്കാൻ. അപ്പൊ ഇവിടെ എന്താ പറയണേ? മഹാഭാരതത്തിന്റെ മാത്രമല്ല, സകല മഹാഭാരതത്തിന്റെ സാരാംശമാണെന്ന് പറഞ്ഞു. എല്ലാ എന്താണ് വൈദിക ശാസ്ത്രങ്ങളുടെയും സാരാംശമാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഇതെന്താ ഇതെന്താ ചെയ്യുന്നത്? ഇത് നമ്മൾ പഠിച്ചാൽ, ഇതിൽ മുങ്ങിക്കുളിച്ചാല് എന്താണ് നമുക്ക് കിട്ടുന്നത്? പുനർജന്മ ന വിദ്യത്തെ. ഈ ജനന മരണ ചക്രത്തിൽ നിന്നും നമ്മള് മോചിതരാകും അല്ലെ? എത്രയോ ജന്മങ്ങളായി പട്ടിയായിട്ടും പൂച്ചയായിട്ടും എന്തെല്ലാം മൃഗങ്ങളും പക്ഷികളും എന്തൊക്കെയായിട്ട് നമ്മൾ ജന്മം എടുത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? അതുപോലെ മനുഷ്യജന്മം തന്നെ എത്രയോ കടന്നു പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് എത്ര മനുഷ്യജന്മം കിട്ടാൻ പോണേ? മനുഷ്യജന്മോ ഏത് ജന്മോ എന്നറിയില്ല. ആരുടെയൊക്കെ ഗർഭപാത്രത്തിൽ ആരുടെയൊക്കെ മക്കളായിട്ടാണ് നമ്മൾ ജനിക്കാൻ പോണേന്ന് ആർക്കറിയാം അല്ലെ? അപ്പൊ ഈ ഭഗവത്ഗീത വായിച്ച് പഠിച്ച് ഇതനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നേ? ഈ ജനന മരണ ചക്രത്തിൽ നിന്നും ശങ്കരാചാര്യർ എന്നെ ഭജഗോവിന്ദത്തിൽ വന്ന പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഡരേ ശരണം. പിന്നെയും ജനിക്കുന്നു, പിന്നെയും മരിക്കുന്നു, പിന്നെയും വേറൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ജനിക്കുന്നു അല്ലെ? ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം നമുക്ക് വേണ്ട പോലെ ഉപയോഗിച്ച് ഈ ഭഗവത്ഗീത പഠിച്ച് നമുക്ക് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഉൾക്കൊള്ളിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഇന്നലെ മാതാജിയൊക്കെ പറഞ്ഞ മതി, ഒരു അടി മുമ്പോട്ട് വെച്ചാൽ മതി, 10 അടി ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും. ഒന്ന് ശ്രമിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ ഇനി എന്റെ 2 ശ്ലോകങ്ങൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓവർ ടു യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. മാതാജി നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. തത്തയും തത്തയുടെ കേജും. അപ്പം താങ്ക് യു, നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റി. അടുത്തതായിട്ട് ഹരിനാമ മഹാത്മ്യം പറയുന്നതിനായിട്ട് ഡോക്ടർ പ്രസാദ് കൃഷ്ണൻ പ്രഭുവിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനിതി നാമി നമോസ്തി സാരസ്വതി ദേവി ഗൗരവാണി പ്രചാര നിർവിശേഷ ശൂന്യവാദി പാഷായ ദേശതാരനെ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരേ.
അപ്പൊ ഇന്ന് ആക്ച്വലി നമ്മൾ പല ക്ലാസ്സുകളായിട്ട് മഹാമന്ത്രം, മഹാമന്ത്രം, മഹിമ അതിനെ കുറിച്ചിട്ടൊക്കെ പലതും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താ ഈ മഹാമന്ത്രം? 16 വേർഡ്സ് ഉള്ള ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇതാണ് മഹാമന്ത്രം. ഇത് പറഞ്ഞു തന്നത് ആരാണ്? നമുക്ക് ചൈതന്യ മഹാപ്രഭുവാണ്. അപ്പൊ ഇതിന്റെ ബേസിക്കലി മഹാമന്ത്രമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മന്ത്രം, എസ്പെഷ്യലി കലിയുഗത്തിലുള്ള ആൾക്കാർക്ക്. സോ പല യുഗങ്ങൾ നടന്നിട്ടുണ്ട്. സത്യയുഗത്തില് മെഡിറ്റേഷൻ, ലോങ്ങർ ഇയേഴ്സ് മെഡിറ്റേഷൻ ആയിരുന്നു. ത്രേതായുഗത്തില് ഹോമം ചെയ്യുന്നത്, അങ്ങനത്തെയിലാണ് ബെനിഫിറ്റ് കിട്ടിയിരുന്നത്. ദ്വാപര യുഗത്തില് ടെമ്പിൾ വിസിറ്റിംഗിലായിരുന്നു ബെനിഫിഷ്യൻ കിട്ടിയത്. ബട്ട് കലിയുഗത്തില് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തിലും നമുക്ക് കൂടെ നിൽക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അപ്പൊ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് നമ്മൾ ചൊല്ലുമ്പോൾ അത് കാതിലും കേൾക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ഇപ്പൊ മാതാജി പറഞ്ഞ പോലെ, രാധാശക്തി മാതാജി പറഞ്ഞ പോലെ, നമ്മൾ പറയുമ്പോൾ കൃഷ്ണൻ വരികയാണ്. ഈ നാമവും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഉടനെ കൃഷ്ണൻ നമ്മുടെ നാവില് വന്ന് കൃഷ്ണൻ വരികയാണ്. എന്നിട്ട് നമ്മളപ്പൊ വേറെ പലതും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഈ ശ്രദ്ധയോടെ നാമം ചൊല്ലണം, അത് കേൾക്കുകയും ചെയ്യണം. ഏറ്റവും ഡിഫിക്കൽട്ടാണ് ഈ നാവിനെ അടക്കുന്നത്. നാവിനെ കൺട്രോൾ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ഭഗവാൻ കാല്യ നർത്തനം ആ പാമ്പിന്റെ മേലെ ഡാൻസ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ നാവിന്റെ മേലിൽ കൃഷ്ണൻ വന്നിട്ട് ഈ നാവിനെ കൺട്രോൾ ചെയ്യും. അപ്പൊ കാലിയൻ പോലത്തെ ഒരു വിഷമുള്ള ഇതാണ്, അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് ഈ നാമം മാത്രമാണ്. അപ്പൊ പല പ്രശ്നങ്ങൾക്കും ഈ നാവ് കാരണമാവും. നമ്മള് ഈ നാവിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല. ആവശ്യം കൃഷ്ണ പ്രസാദം മാത്രമേ നമ്മൾ ഉൾക്കൊള്ളുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്യൂരിഫൈ ആകും. അപ്പോ നമുക്ക് എന്താ നമ്മളിപ്പോ മെറ്റീരിയലിസ്റ്റിക് തിങ്കായിട്ട് റിസർച്ചിലൊക്കെ ഇത് നടത്തിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ പല റിസർച്ചും നടത്തിയിട്ടുണ്ട് ഈ മഹാമന്ത്രം എത്ര എഫക്റ്റീവ് ആണെന്നുള്ള കാര്യങ്ങള്. അപ്പൊ സ്റ്റഡീസ് പറയുന്നത് ഈ ആങ്സൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും മഹാമന്ത്രം ജപിക്കുമ്പോൾ. നമ്മൾക്ക് അറിയാതെ തന്നെ അത് പതിയെ കുറഞ്ഞു പോകാനുള്ള ഒരു പവർഫുൾ മന്ത്രമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ നമുക്ക് ആക്ച്വലി ഈവൻ എല്ലാവർക്കും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. നമുക്ക് അറിയാതെ തന്നെ നമ്മൾ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം മൈൻഡിൽ ഭയങ്കര റിലാക്സേഷൻ ആണ്. ഞാൻ മഹാമന്ത്രം ജപിക്കുമ്പോൾ അതൊരു മൈൻഡ് റിലാക്സ്. അത് എങ്ങനെയാ പറയണമെന്നൊന്നും അറിയില്ല. അത് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോഴാണ് പലതും നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു ട്രാൻസ്ഡെന്റൽ ഇഫക്റ്റ് ആണ്. അത് നമുക്കിപ്പോ ഫോൺ കോൾ പോലെയാണ്. കൃഷ്ണനെ നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന പോലെയാണ് ഈ മഹാമന്ത്രം നമുക്ക് ജപിക്കുമ്പോൾ. സോ നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ വേണം അത് ജപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ യുഗധർമ്മത്തിന് ഏറ്റവും പ്രധാനം മറ്റേ മഹാമന്ത്രമാണ്. അത് നമ്മൾ ജപിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ചു വേണം ജപിക്കാൻ. സോ നമ്മള് ഒരു 6 ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ നമ്മള് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോ നമ്മള് ഹരേ എന്ന് പറയുന്നത് രാധാറാണിനെയാണ് അതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, ഹരേ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോ രാധാകൃഷ്ണ ലീല തന്നെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അപ്പൊ കൃഷ്ണന് ആ ഓർമ്മ വരും. രാധാകൃഷ്ണ വൃന്ദാവന ലീല എന്ന് പറയുന്ന കൃഷ്ണന് ഓർമ്മ വരും. അതായത് ഈ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ലീലയാണ് രാധാകൃഷ്ണ ലീല, രാസലീലയൊക്കെ. അപ്പോൾ കൃഷ്ണൻ ആക്ച്വലി അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അത് എങ്ങനെ ഉണ്ടാകും ആ രാസലീല, രാധാറാണിയുടെ മനസ്സ് എങ്ങനെ ഉണ്ടാകും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇത് കൃഷ്ണൻ തന്നെ വന്നിരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ കലിയുഗത്തില്. അപ്പോ നമ്മുടെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അത് രാധാകൃഷ്ണ ലീലയെ കുറിച്ചിട്ട് ഭഗവാൻ ഓർമ്മ വരും. അപ്പൊ ഭഗവാൻ ഈ വൃന്ദാവന കാര്യങ്ങൾ ഓർമ്മ വരും, ഗോപികളുടെ കാര്യങ്ങൾ ഓർമ്മ വരും. അതൊക്കെ കൃഷ്ണന് സന്തോഷം ഉണ്ടാക്കും. അപ്പൊ കൃഷ്ണന് സന്തോഷം ഉണ്ടാകുമ്പോൾ ലോകം മുഴുവനും എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
അപ്പൊ നമുക്ക് ഹോളി നെയിം ജപിക്കുന്നത് കൊണ്ട് നമ്മൾ കൃഷ്ണനെ സന്തോഷിപ്പിക്കാം. അതുപോലെ തന്നെ കൃഷ്ണൻ സന്തോഷമായ ലോകം മുഴുവനും സന്തോഷാകും. നമുക്ക് രണ്ടാമത്തെ കാര്യം, നമ്മൾ പല ടൈപ്പ് കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത്. പാറാപ്ത കർമ്മം, നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റീസ് ഒരു മൂട്ടയായ ഒരു വലിയ വലിയ ചാക്കായിട്ടാണ് നമ്മളുടെ കർമ്മങ്ങൾ, നമ്മുടെ സിൻഫുൾ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. അത് പല ടൈപ്പുകൾ ഉണ്ട്. ഒന്ന് ബീജം പറയും, സീഡ് ആയിരിക്കും, കുറച്ച് ഓൾമോസ്റ്റ് മെച്യൂർ ആയിരിക്കും, ഫുള്ളി മെച്യൂർഡ് ആയിരിക്കും. അങ്ങനെ പല ടൈപ്പ് കർമ്മങ്ങൾ നമുക്ക് നമ്മളുടെ ഇതിലുണ്ട്. സോ ഈവൻ മെച്യൂർഡ് കർമ്മ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വെച്ചാൽ, ഈവൻ ഇപ്പോ ചില ആൾക്കാർ ഭയങ്കര സിവിയർ ഡിസീസ് ആയിട്ട് ചിലർ അനുഭവിക്കുന്നുണ്ടാവും, അത് മാറാൻ പറ്റാത്ത ഡിസീസ്. ഓർ ചിലർക്ക് ഈ ലോന്റെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ, ഈ ലോ സൂട്ട്, ഇതിന്റെ ജീവിതം മൊത്തം അതിലായിരിക്കും പോകുന്നത്. ഓർ സംടൈംസ് അവര് വളരെ താഴ്ന്ന ഒരു ജീവിതമായിരിക്കും, അവർ വളരെ പുവർ, അത് അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കും. ഓർ സംടൈംസ് ഈവൻ അവർക്ക് ഭയങ്കര അഗ്ലി ആയിരിക്കും, ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു രൂപമൊക്കെ ആയിരിക്കും. സോ ഇതൊക്കെ മെച്യൂർഡ് കർമ്മയാണ്. ബട്ട് ഈ ഞാൻ പറയുന്ന ചിലത് ബീജം എന്ന് പറയുമ്പോൾ മനസ്സിൽ തന്നെ ആ തെറ്റുകൾ ഉണ്ടാവും. അത് വേറൊരു സെന്റൻസ് വരുമ്പോൾ അത് പിന്നെയും അത് സിൻഫുൾ ആക്ടിവിറ്റീസിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചിലർക്ക് സിഗരറ്റ് വലിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു അസോസിയേഷൻ ചേരുമ്പോൾ പിന്നെ അവർ സിഗരറ്റ് വലിക്കുകയോ ഇല്ലെങ്കിൽ മദ്യപിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ മനസ്സിലുള്ള ചീത്ത കർമ്മങ്ങൾ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് കർമ്മങ്ങളിനെയും എല്ലാ ടൈപ്പ് സിൻഫുൾ ആക്ടിവിറ്റീസിനെയും മാറ്റാൻ പറ്റുന്ന ഒരേ മഹാമന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അപ്പൊ നമുക്ക് ഈ ജന്മം കിട്ടുന്നത് നമ്മളുടെ കർമ്മം ബേസ്ഡ് ആണ്. ഇപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ജന്മം എന്തായിരിക്കണം, ഏത് ബോഡിയിൽ വേണം എന്നുള്ളത് നമ്മളുടെ ഈ കർമ്മം എല്ലാം ചേർന്നിട്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ഈ കർമ്മങ്ങൾ മാറ്റാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോ അത് ഏറ്റവും ആ കർമ്മങ്ങളൊക്കെ പോകുകയാണ്. അതൊരു വലിയ കാര്യമാണ്. ആൻഡ് കൃഷ്ണ, അപ്പൊ നമുക്ക് കൃഷ്ണ ഒരു ഗിഫ്റ്റ് പോലെ തരും. മൂന്നാമത്തെ കാര്യം കൃഷ്ണാസ് ഗിഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ കൃഷ്ണനെ കുറിച്ച് മാത്രം ആലോചിക്കാൻ പറ്റും. മന്മനോ ഭവഭക്തോ മത്യാജി മാം നമസ്കുരു പറയും, ഭഗവാനെ മാത്രം ആലോചിക്കും, ഭഗവാനെ കുറിച്ച് കാര്യങ്ങൾ മാത്രം ചിന്തിക്കും. അപ്പൊ നമ്മളുടെ മനസ്സ് ഭയങ്കര ക്ലിയർ ആവും. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്, ഹാർട്ടിൽ പല അഴുക്കുകൾ നിറഞ്ഞതായിരിക്കും നമ്മുടെ ഹൃദയം. ഇപ്പൊ ചേതോ ദർപ്പണ മാർജനം എന്ന് പറഞ്ഞു ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട് സൃഷ്ടാഷ്ടകത്തില്. അപ്പൊ ആ ഹാർട്ടിനെ ക്ലീൻ ചെയ്യാനുള്ള പവർ ആർക്കുള്ളത്? കൃഷ്ണനേ ഉള്ളൂ. അപ്പൊ ആ പവർ നമുക്ക് എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ജപിക്കുന്ന മഹാമന്ത്രമാണ്. നാം അഗാധി ബഹുധ നിജ സർവശക്തി. അപ്പൊ ഈ നാമത്തില് കൃഷ്ണന്റെ ഹോൾ പൊട്ടൻസി ഉണ്ട്, കൃഷ്ണന്റെ എല്ലാ സർവശക്തിയും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോ അത്ര ഒരു ഇമ്പോർട്ടന്റ് ആണ് ഈ മഹാമന്ത്രം എന്ന് പറയുന്നത്. ഒന്ന് ഒരു 1 or 2 minutes വൈൻഡപ്പ് ചെയ്യാൻ റിക്വസ്റ്റ്. ഓക്കെ പ്രോ, മാതാജി ഹരേ കൃഷ്ണ. പിന്നെ വി ഗെറ്റ് നമ്മളുടെ സോളിൽ നിന്ന് ഒരു റിയലൈസേഷൻ കിട്ടാൻ പറ്റും. സോ അതൊരു ഇമ്പോർട്ടന്റ് തിങ് ആണ്. പിന്നെ ഈ ട്രാൻസ്ഡെന്റൽ മിസ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡ് മാത്രമല്ല സ്പിരിച്വൽ വേൾഡും ഉള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ആൻഡ് പിന്നെ നമുക്കുള്ളത് ആത്മാവിനെ, സോളിനെ സ്ട്രോങ് ആക്കാൻ പറ്റും ഈ മഹാമന്ത്രം കൊണ്ട്. സോ അത് ഇമ്പോർട്ടന്റ് തിങ് ആണ്. ഏറ്റവും പ്രധാനം നമുക്ക് നമ്മൾ താങ്ക് ടു ഗോഡ്, കൃഷ്ണന് താങ്ക്സ് പറയുന്നതാണ് ഈ മഹാമന്ത്രം. ദാറ്റ് ഈസ് റെസിപ്രോക്കേഷൻ ടു ഗോഡ്. സോ നമ്മൾ ചാന്റിങ് ചെയ്യാത്തവരാണെങ്കിലും ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 108 പ്രാവശ്യം മഹാമന്ത്രം ഒന്ന് ചാന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോളൂ. അതിന്റെ ഡിഫറൻസ് നമുക്ക് തീർച്ചയായിട്ടും നമുക്കും മനസ്സിലാവും, നമ്മളെ കാണുന്ന മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രസാദ് പ്രഭു. സമയത്തിന്റെ ഒരു കുറച്ച് കുറവ് കാരണം പ്രഭുവിന് സ്പീഡിൽ ചെയ്യേണ്ടി വന്നു. സോറി പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. അടുത്തതായിട്ട് നമ്മളുടെ ഇന്നത്തെ 15-ാം അധ്യായം നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത് ശരണ്യ ശ്യാംസുന്ദർ പ്രഭുവാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പം ഭൗതിക നാമം അദ്ദേഹത്തിന്റെ ശ്രീ സരീഷ് എന്നാണ്. അദ്ദേഹം എറണാകുളം ജില്ലയിലെ മഞ്ഞുമലിൽ ജനിച്ചു. 2011 ബഹ്റൈനിൽ ജോലിക്കായി പോയിട്ട് അവിടെ വെച്ചാണ് ഇസ്കോണുമായി ബന്ധപ്പെട്ടതും
തുടർന്ന് 2013 ഹിസ് ഹോളിനസ് ജയപ്രതാപ് സ്വാമി മഹാരാജിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചു. ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ താമസിക്കുന്നു. കൊടുങ്ങല്ലൂരിലെയും കൊച്ചിയിലെയും സത്സംഗങ്ങളുടെ അവിഭാജ്യ ഘടകവും സജീവവും ആയിട്ട് പ്രവർത്തിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിനായി ഞാൻ ശരണി പ്രഭുവിനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് വളരെയധികം നന്ദി. കാരണം ഈ പുരുഷോത്തമ യോഗം എന്നുള്ള ഇത് വളരെ കേൾക്കുന്നതും അത് വായിക്കാൻ സാധിക്കുന്നതൊക്കെ തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് നമ്മുടെ ശിക്ഷ ഗുരുക്കന്മാരൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അവസരം തന്ന എല്ലാ വൈഷ്ണവരോടും എൻ്റെ പ്രണാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മള് അധ്യായം 15 പുരുഷോത്തമ യോഗമാണ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം ശ്രീഗുരും ദീനധാരിണം പരമാനന്ദമാധവം. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. പീതാംബരം ഗർവിരാജിത ശംഖചക്രം കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഈ നെറ്റിന്റെ ചില പ്രോബ്ലം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്യും. അപ്പോ എങ്കിലും ഇപ്പൊ തൽക്കാലം വീഡിയോ തന്നെ പോവാം. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് 15 പുരുഷോത്തമ യോഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ത്രിഗുണങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ത്രിഗുണങ്ങൾ എങ്ങനെയാണ് നമ്മളെ ഓരോ ജീവസത്തകളുടെ ഉള്ളിലും നിൽക്കുന്നതെന്നും അതിന്റെ സ്വാധീനം നമ്മൾ എങ്ങനെയാണ് വർത്തിക്കുന്നതെന്നും ഒരു വ്യക്തിക്ക് അവയെ എങ്ങനെ അതിക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നും അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ അത് അങ്ങനെ അതിക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പുരുഷോത്തമ യോഗത്തില് ഭഗവാൻ വളരെ ഗുഹ്യകരമായിട്ടുള്ള, അതായത് ഗുഹ്യതമം എന്നാണ് ഇതിനെ പറയുന്നത്. ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം എന്ന് 3 തരത്തിലുള്ള രഹസ്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് ഗുഹ്യതമമാണ് അർജുന ഈ യോഗം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ ഭഗവത്ഗീത യഥാരൂപം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീത യഥാരൂപം ഉണ്ടാവുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സമയത്ത് എത്ര പേർക്ക് പറവൂര് ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരു ആളെ ഞാൻ പരിചയപ്പെടേണ്ടായി. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കഴുത്തിലിട്ടേക്കുന്ന ഈ മാല എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇത് കണ്ടിമാലയാണ്, ഇത് ഇസ്കോൺ ഡിവോട്ടികൾ ധരിക്കുന്നതാണ്, വൈഷ്ണവർ ധരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇസ്കോൺ എനിക്കറിയാം, ഞാൻ ഇസ്കോണിന്റെ ഭഗവത്ഗീത വായിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കണ്ടിമാലയെ കുറിച്ച് അറിയില്ല, ഈ തിലകം ഇങ്ങനെ ധരിക്കുന്നതിനെ കുറിച്ചൊന്നും ആൾക്കാർ വലിയ ഇതില്ല. അപ്പോ ഇതെങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായെന്ന് വെച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ, അതായത് ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ വാങ്ങിച്ചതാണ്. അത് നമ്മുടെ യഥാരൂപം, അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആസിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അലമാരയിലെ ആസിറ്റീസ് ആയിട്ട് അവരത് പൊട്ടിക്കാണ്ട് വെച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മകന്റെ കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള തലമുറയിൽ വന്ന വിഷ്ണുവിനാണ് ഇത് പൊട്ടിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അപ്പൊ നമ്മളൊക്കെ ഭഗവത്ഗീത സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്രയോ തലമുറ അത് ഉപകാരപ്പെടുന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുരുഷോത്തമ യോഗത്തിലേക്ക് കിടക്കാം. പുരുഷോത്തമ യോഗം ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം മശ്വദ്ധം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ്. വിവർത്തന ഭാവാർത്ഥം ജനാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് കി ജയ്. പരമദിവോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്.
അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പോ ഭഗവത്ഗീത ഇത് പഠിക്കുന്ന എന്താണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിൻസിയർ ആയിട്ട് പഠിക്കാൻ ആരംഭിക്കുന്ന ഒരു ഭക്തന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ശരിക്കും പുരുഷോത്തമ യോഗം പറഞ്ഞു തരുന്നത് നമുക്ക്. അത് അങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇത്രയും പഠിച്ചത്, നമ്മൾ ഭക്തിയോഗം കഴിഞ്ഞു, അങ്ങനെ പഠിച്ച് 14-ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് ശേഷമാണ് 15-ാമത്തെ അധ്യായം പറയുന്നത്. അപ്പൊ ഇത് ഗുഹ്യതമമായിട്ടുള്ള ഈ അധ്യായം ഭഗവാൻ പറയുന്നത് വളരെ സിൻസിയർ ആയിട്ട്, ആത്മാർത്ഥമായിട്ട്, സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഭക്തന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് പറയുന്നത് ഈ ഭൗതിക ലോകം ആധ്യാത്മിക ലോകത്തിന്റെ തല തിരിഞ്ഞ പ്രതിബിംബമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു ജലാശയത്തില് ഒരു വൃക്ഷം അതിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിബിംബം എങ്ങനെയാണോ അതിനകത്ത് കാണുന്നത്, അതേപോലെ തല തിരിഞ്ഞതാണ് ഇതെന്ന് പറയുന്നത്. അതായത് ആധ്യാത്മിക ലോകത്ത് ആനന്ദവും ഭഗവാന്റെ ഇതും കിട്ടുന്ന സമയത്ത് ഇവിടെ നേരെ തിരിച്ച് കാമത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒന്നും പെർമനന്റ് അല്ല എന്നും ഭഗവാൻ നമുക്ക് പറയുകയാണ് ശരിക്കും ഈ 1-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. ശ്ലോകം 2. അധ പ്രസൃതാസ്തസ്യ ശാഖാ ഗുണാ പ്രവൃദ്ധാ വിഷയ പ്രവാലാം അധശ്ചമൂലാന്യനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. വിവർത്തനം: ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ ചില്ലുകൾ. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ. അപ്പോ ഇവിടെ പറയുന്നത് ആ വൃക്ഷം അല്ലെ, അത് ഫലോദിഷ്ട കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ടിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ എന്താ പറയുന്നത്, ഈ ഫലോദിഷ്ടമായ കർമ്മം ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വൃക്ഷത്തിന് ഒരിക്കലും നാശമില്ല അല്ലെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വൃക്ഷം, നമ്മൾ ഒരു വൃക്ഷം നോക്കുമ്പോൾ അതിന്റെ മുകളിലേക്ക് വളരുന്നതെല്ലാം തന്നെ അതിന്റെ തടി, ചില്ലകള്, അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഇലകള്, ഫലങ്ങള് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ചിന്താഗതി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് വളരുകയാണ്. നമുക്ക് നല്ല ജോലി കിട്ടുന്നു, ഭാര്യ ഉണ്ടാവുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക്. എന്താണ് അവിടെ വിസ്മരിക്കപ്പെടുന്നത്? നമ്മൾ ഭഗവാനെയാണ്. ഭൗതിക ആ കാമത്തിനനുസരിച്ചിട്ട്, ഫലോദിഷ്ടമായ കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോകുന്നത് നമ്മൾ വ്യർത്ഥമായിട്ട് ചിന്തിക്കുകയാണ് ശരിക്കും പറയുന്നത്. അത് നമ്മൾ മുകളിലേക്കല്ല പോകുന്നത്, ശരിക്കും അധോ ലോകത്തേക്കാണ് പോകുന്നത്, നമ്മുടെ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ വളരേണ്ടത് താഴത്തേക്കാണ്. കാരണം ആ പ്രതിബിംബത്തിന്റെ മുകളിലേക്കാണ്, ആ വേരിൽ നിന്ന് അടുത്ത വേരിലേക്ക് പോയി മുകളിലേക്ക് നമ്മുടെ ആധ്യാത്മിക ലോകത്തേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് ഇവിടെ ഭഗവാൻ നമ്മളെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ മായാവൃക്ഷത്തെ നമ്മൾ എപ്പോഴും ഒരു ഭക്തൻ അറിയാൻ ശ്രമിക്കണം എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ് 2-ാമത്തെ ശ്ലോകത്തില്. 3-ാമത്തെയും 4-ാമത്തെയും ശ്ലോകം: നരൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാം അശുദ്ധമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാം. ശ്ലോകം 4. തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദഃ പ്രവൃത്തിഃ പ്രസൃത പുരാണി. വിവർത്തനം: ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേരുറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചു വരില്ലയോ ആ ദിവ്യപദം പോകി സ്മരണാതീത കാലം മുതൽക്കേയുള്ള എല്ലാറ്റിന്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. ഓക്കെ, ഭഗവാൻ ഇവിടെ അർജുന് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനാണ് പരമപുരുഷൻ. പലപ്പോഴും ഭഗവാൻ സുപ്പീരിയർ ഭഗവാനാണ് എല്ലാം എന്ന് പറയുന്നുണ്ടെങ്കിലും അർജുനന് അത് പല സമയത്ത് അത് മനസ്സിലായി. ഇവിടെയും ഭഗവാൻ എന്താണ്, അത് പരമപുരുഷന് സ്വയം സമർപ്പിക്കണം, ഞാനാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഭഗവാൻ. അപ്പോ നമ്മുടെ ഇപ്പൊ ഈ വൃക്ഷത്തിന്റെ ഒറിജിനൽ ഫോം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. കാരണം ആദ്യവും അന്തവും അതിനില്ല. ആടുന്നിറങ്ങിയ വേരുകളുള്ള ഈ വൃക്ഷത്തെ നമ്മൾ ഖണ്ഡിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനാണ് ശരിക്കും നമ്മൾ ഈ ഖണ്ഡിക്കുന്നത്?
ഇത് ഈ കർമ്മബന്ധനങ്ങളെയാണ് നമ്മളെ ഛേദിച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഭഗവാൻ പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് അസംഗ ശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറയുന്നത്. അപ്പൊ അതായത് സംഘമില്ലായ്മ കൊണ്ട്, അല്ലെ, സംഘമില്ലായ്മ കൊണ്ട്, അതായത് അറ്റാച്ച്മെന്റ്. നമുക്ക് നമ്മുടെ വീടും അല്ലെങ്കിൽ ബന്ധുക്കളും ഇങ്ങനെ ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അസംഗം എന്ന് പറയുന്നത് അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ എന്തുകൊണ്ടാണ്? വിരക്തി കൊണ്ടിട്ട്, അല്ലെ, നമ്മൾ ആ കാമ ക്രോധ ലോഭമോഹങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് അതിനെ ഛേദിച്ച് കളയണം എന്ന് പറയുന്നത്. എന്നിട്ട് എവിടേക്കാണ് പോകുന്നത്? ഭഗവാന്റെ പരമപദത്തിൽ, ആ പരമപുരുഷന്റെ ഒരിക്കൽ പോയാൽ പിന്നെ തിരിച്ചു വരേണ്ടതില്ലാത്ത ഒരു സ്ഥലത്തേക്ക്. ഒരിക്കൽ പ്രഭാതരുടെ ഒരു ശിഷ്യൻ ചോദിച്ചു, നമ്മൾ ഈ 16 റൗണ്ട് നാമം ജപിക്കുന്നുണ്ട്, ഭഗവാന്റെ സേവനം ചെയ്യുന്നുണ്ട്, അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഭഗവാന്റെ ധാമത്തിൽ പോയിക്കതിന് ശേഷം അവിടുന്ന് തിരിച്ചു വരില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു. അപ്പോ പ്രഭാതർ പറഞ്ഞ മറുപടി, ഞാൻ നിന്നെ 16 റൗണ്ട് ചാൻറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു, അതേപോലെ ഭക്തിയുടെ ഭാവസേവനം എന്താണെന്ന് പഠിച്ചു, നിന്റെ ആത്മാവിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നു. ഇനി അവിടെ ചെന്നാൽ ഭഗവാൻ അവിടെ ഉണ്ടല്ലോ, നിനക്ക് നേരിട്ട് ചോദിക്കാം, ഭഗവാൻ ഇനി ഞാൻ തിരിച്ചു പോകേണ്ട വരുമോ എന്ന് നേരിട്ട് ചോദിക്കാമെന്ന് പറയണ്ടായിരുന്നു. അപ്പോ അത് പ്രഭാതർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രഭാതർ 100% ഉറപ്പ് പറഞ്ഞേക്കാൻ, നമ്മുടെ ആചാര്യന്മാർ ഉറപ്പ് പറഞ്ഞേക്കുന്ന കാര്യമാണ്, നമ്മൾ ഈ ജന്മത്തില് ഭഗവാന്റെ ഭക്തിഭാവസേവനം ചെയ്തിട്ട് എല്ലാ കർമ്മബന്ധങ്ങളെയും ഛേദിച്ച് കളഞ്ഞിട്ട് പരമപദത്തിലെത്തുന്ന ആൾ ഒരിക്കലും തിരിച്ചു വരേണ്ടതില്ല എന്ന് ഒരുപാട് ശ്ലോകങ്ങളിൽ ഭഗവാൻ വ്യക്തമാക്കിയാണ് അത് ആചാര്യന്മാർ നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ഇനി 5-ാമത്തെ ശ്ലോകം, നിർമാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്ത കാമാം ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സഞ്ചേത് ഗച്ഛന്ധ്യമൂഢാ പദമവ്യയം തദ്. ഈ ശ്ലോകത്തില് ഭഗവാൻ പറയാണ്, അതായത് പരമപദത്തിലേക്ക് പോകുന്നതാണ് അവിടെ ഒരിക്കലും തിരിച്ചു വരേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർക്കാണ് അങ്ങനെ പോകാനായിട്ടുള്ള യോഗ്യത ഉള്ള ആൾക്കാരെന്ന് ഇവിടെ പറയാണ് ഭഗവാൻ, അല്ലെ? അതായത് നമ്മളെല്ലാവരും മിഥ്യാഭിമാനം അല്ലെങ്കിൽ മായാമോഹം, ദുസ്സംഗം, അല്ലെ, ഇതെല്ലാം നമുക്ക് ഉണ്ട്. നമ്മുടെ ഭൗതിക ലോകത്ത് ഇതെല്ലാം ഉണ്ട്. നമ്മൾ കാമക്രോധ മോഹങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ വൈഷ്ണവ കൃപ കൊണ്ടിട്ട്, ആചാര്യന്മാരുടെ കൃപ കൊണ്ടിട്ട് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിട്ട് ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖ ദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്നറിയാവുന്നവർ പരമമായ ശാശ്വത ധാമം പ്രാപിക്കും എന്ന് പറയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ശരീരമാവുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? അപ്പോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ശരീരമല്ല, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആധ്യാത്മിക ജീവിതം ആരംഭിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതായത് എന്താ പറയുന്നത്, നമ്മുടേത് എന്താണെന്നും അല്ലാത്തതെന്നും നമ്മൾ മനസ്സിലാക്കി രക്ഷപ്പെടുമെന്നാ പറയുന്നത്. അതായത് നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും ഒന്നുമില്ല, അല്ലെ? ഈ കണ്ണ്, മൂക്ക്, കൈ, ഇതെല്ലാം നമ്മുടെ ആത്മാവിന് എന്താണ് വേണ്ടത്, അതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ഇവിടെ ഭഗവാൻ പറയുകയാണ്. അപ്പൊ എന്താണ് നമ്മുടേതെന്നും നമ്മുടേതല്ലാത്ത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നു. 6-ാമത്തെ ശ്ലോകം, ന തദ്ഭാസയതേ സൂര്യോ ന ശാശാങ്കോ ന പാവകഃ യദ്ഗത്വാ നിവർത്തന്തേ തദ്ധാമാ പരമം മമ. വിവർത്തനം: പരമമായ എന്റെ ആവാസ സ്ഥലത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. അപ്പോൾ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നമുക്ക് എന്തൊക്കെ വേണം ജീവിക്കാനായിട്ട്, അല്ലെ? ശ്വസിക്കാൻ വായു, അല്ലെങ്കിൽ വൈദ്യുതി, ജലം, സൂര്യൻ ഉദിക്കണം, അത് പോയിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് ഇരുട്ട് വരണം, ചന്ദ്രൻ വരണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭഗവാൻ ഇവിടെ ഭൗതിക ലോകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇതെല്ലാം ഉണ്ടായിട്ട് പോലും നമ്മൾ വളരെ ദുഃഖപൂരിതമായിട്ട്, വളരെ ടെൻഷൻ ഇതടിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഈ ലോകത്ത്, അല്ലെ? നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, വൈഷ്ണവര് നാമം ജപിക്കുന്നതാണ്, നമ്മൾ ഭയങ്കര നാമം ജപിക്കുന്നതുകൊണ്ട് നമുക്ക് ദേഷ്യം വരില്ല എന്നൊക്കെ പറഞ്ഞാലും ചില സമയത്തൊക്കെ നമ്മളെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വേളകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭൗതിക ലോകം ആയതുകൊണ്ട് മാത്രമാണ്. ഇതൊന്നുമില്ലാത്തൊരു ലോകത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ പോകാൻ സാധിച്ചവർക്കുള്ള അറിവാണ് ഭഗവാൻ ഇവിടെ നൽകുന്നത്, അല്ലെ? നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട്
ആ അറിവ് കിട്ടിയവരാണ് അവർക്കാണ് ഭഗവാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെ? ഭഗവാന്റെ ഒരു കാലിലെ നഖം 1000 സൂര്യൻ സമമാണെന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഭഗവാൻ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഗോലോകം മുഴുവൻ വെളിച്ചവും എന്താണ് നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പൊ അടിവരയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, യത് ഗത്വാന നിവർത്തന്റെ തദ്ധാമ പരമമം. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് വളരെ സുനിശ്ചിതമായിട്ട്, വളരെ വ്യക്തമായിട്ട് ഭഗവാൻ നമുക്ക് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട് കാണാൻ സാധിക്കും. ശ്ലോകം 7. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃ ഷഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. വിവർത്തനം: എന്റെ ശാശ്വതാംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തുകളും. ബദ്ധമായ ജീവിതം നയിക്കിയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്, അല്ലെ? ഭഗവാൻ ഇവിടെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? ഭഗവാൻ ഇവിടെ മനസ്സിനെയും കൂടി ആ ഇന്ദ്രിയത്തിൽ കൂട്ടിയാണ്. അങ്ങനെ 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കഠിനമായിട്ട് ഇവിടെ ബുദ്ധിമുട്ടിയാണെന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഈ ഭഗവാന്റെ ലോകത്തെക്കുറിച്ച് ഭഗവാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഭഗവാന്റെ ലോകം എങ്ങനെയാണ്, അവിടെ വെളിച്ചം ഒക്കെ ഭഗവാൻ ഉള്ളതുകൊണ്ട് അവിടെ ഇതിനൊന്നും കുറവില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ അതിനുശേഷം ഭഗവാൻ പറയുന്നതാണ്, ഇനി നിങ്ങൾ ആരാണ്, നമ്മൾ ആരാണെന്ന് പറയും. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് ഭഗവാൻ നമ്മളെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ അംശങ്ങളാണ്. അതിനർത്ഥം നമ്മൾ ഭഗവാന്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് അർത്ഥം, അല്ലെ? നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് പറയുമ്പോൾ ആ ഒരു അംശം, ഒരു തീയിൽ നിന്ന് ഒരു തീ കഷ്ണം തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തീ ഓൾറെഡി ആ തീയിനോട് ചേർന്നിരുന്നവരാണ്, അവിടെ നിന്നാണ് തെറിച്ചു പോയത്, അല്ലെ? അപ്പൊ ഓൾറെഡി നമ്മൾ ഭഗവാന്റെ അടുത്ത് ഉണ്ടായവരാണെന്ന് ഭഗവാനോട് അടിവരായിട്ട് പറയുകയാണ്. അപ്പൊ നമുക്ക് നാശമില്ല, എൻ്റെ മക്കളാണെന്നുള്ളത് നിങ്ങളെല്ലാം മറന്നുപോയിട്ട്, നമ്മളെല്ലാവരും മറന്നുപോയിട്ട് മനഃഷ്ടാന്ദ്രിയാണി അല്ലെ പ്രകൃതി സ്ഥാന കർഷതി, ഇന്ദ്രിയങ്ങള് കൊണ്ട് 5 ഇന്ദ്രിയങ്ങൾ അതിൽ മനസ്സിനെ കൂടിയും ഉൾപ്പെടുത്തിയിട്ട് ഭഗവാൻ അത് 6ആക്കി പറയാണ്. ഈ ഭൗതിക പ്രകൃതി നിന്നുകൊണ്ട് വെറുതെ നമ്മൾ കഷ്ടപ്പെടുകയാണ്. ഇതിനർത്ഥം ഒന്നേ ഉള്ളൂ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരേണ്ടവരാണ്, അല്ലെ? നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകേണ്ടല്ലേ, എൻ്റെ അടുത്തേക്ക് വരേണ്ടതെന്ന് ഭഗവാൻ പറയാണ്. ഒരു വീട് വിട്ടു പോയ ഒരു കുട്ടി, വളരെ സമ്പന്നനായിട്ടുള്ള ഒരു വീട്, ഒരു സമ്പന്നനായിട്ടുള്ള ഒരാളുടെ മകൻ വീട് വിട്ടുപോയി. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അലഞ്ഞിറങ്ങി. കാരണം വീട്ടില് ഭയങ്കര ശിക്ഷ, അച്ഛൻ അത് ചെയ്യണം ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് കുട്ടി ചെറിയ പ്രായത്തിൽ ഇറങ്ങിപ്പോയി. ഈ കുട്ടി ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു, ഇങ്ങനെ നടന്ന് ഭിക്ഷയെടുത്തൊക്കെ ജീവിച്ചു. ലാസ്റ്റ് കുട്ടിക്ക് മനസ്സിലായി, അല്ലെ, തന്റെ ധാമം ഭഗവാന്റെ അല്ലെങ്കിൽ എൻ്റെ അച്ഛന്റെ അടുത്ത് പോകുന്നതാണ് എനിക്ക് എത്ര സന്തോഷകരമായിട്ട് ഞാൻ ജീവിച്ചിരുന്നതാണെന്ന് ആ ബോധം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബോധത്തില് അദ്ദേഹത്തിന്റെ ഒരു സെർവന്റെ കണ്ടുപിടിച്ചിട്ട് തിരിച്ച് ആ വീട്ടിൽ എത്തിച്ചപ്പോ ആ കുട്ടിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ അച്ഛന്റെ സ്നേഹനിധിയായിട്ടുള്ള എൻ്റെ അച്ഛന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നത് മനസ്സിലായി. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോയപ്പോൾ നമ്മുടെ ബോധമൊക്കെ പോയിട്ട് ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് നമ്മൾ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് ശരിക്കും. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ യഥാർത്ഥ ഇത് നമുക്ക് സന്തോഷം, ആനന്ദം നമുക്ക് കിട്ടുള്ളൂ എന്ന് ഭഗവാനോട് പറയുന്നു. 8ാമത്തെ ശ്ലോകം: ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ ജീവസങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു. നമ്മളിതൊക്കെ ഓൾറെഡി ഭഗവാൻ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ ജന്മം വിട്ട് മറ്റൊരു ജന്മം എടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ എന്താണ് അതോടെ പറയാണ്, ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ്, അല്ലെ, ഗന്ധങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന പോലെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കണം. ഇതിങ്ങനെ നിത്യേന നടന്നുകൊണ്ടിരിക്കും, അല്ലെ? നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് പ്രശ്നം? ഗ്രഹീത്വൈതാനി, ഇവിടെ ജീവാത്മാവിനെ ഈശ്വരൻ എന്ന് അഭിസംബോധനയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ സ്വശരീരത്തെ നമ്മൾ നിയന്ത്രിക്കുന്നതായിട്ടാണ് നമ്മൾ, അല്ലെ? നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശ്വരൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഭഗവാൻ. അപ്പൊ നല്ല ശരീരം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം എന്ന് പറയുകയാണ്. അപ്പോ നമ്മുടെ ശരീരത്തിന് എന്താണ് കൊടുക്കേണ്ടത്? ഭക്ഷണം, ഏത് രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം, ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയരാനുള്ള കാര്യങ്ങൾ ഈ ശരീരം കൊണ്ട്
നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറയുകയാണ്. അപ്പോൾ 9ാമത്തെ ശ്ലോകം. ശ്രോത്രം ചക്ഷുഃ സ്പർശനം ചരസരം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുഭവ സേവതേ. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. അല്ലെ, സെറ്റ് ഓഫ് ഇന്ദ്രിയ, അല്ലെ, ഒരു കൂട്ടം ഇന്ദ്രിയത്തിനെ നമ്മള് എന്താ പറയുന്നത്, ഇത് ഇതുകൊണ്ട് വയ്ക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിന്, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ട്, നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ട്, അങ്ങനെ നമ്മൾ തന്നെ തീരുമാനിച്ച പ്രകാരമാണ് നമുക്ക് ശരീരം കിട്ടുന്നതെന്ന് ഭഗവാനോട് പറഞ്ഞു. അടുത്ത ശരീരം എന്താണെന്നോ എന്ത് കിട്ടുമെന്നോ മൂഢന്മാർക്ക് ഇവിടെ അറിയില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. അല്ലെ, പലപ്പോഴും നമ്മള് എന്താണ് ഭഗവാനെ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ഈ ഒരു തത്വം നമ്മൾ നല്ലത് എന്തിനാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരെ അടുത്ത ജന്മം, അവരെ പറ്റി ഭഗവാൻ പറയുന്നത് എന്താണ്? മൂഢന്മാരെന്ന് പറയുന്നത്. അവർക്ക് അടുത്ത ജന്മം വളരെ മ്ലേച്ഛമായിട്ടുള്ള യോനികളിൽ ജനിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോ പലപ്പോഴും നമ്മുടെ വീടുകളിലും അല്ലെങ്കിലും നമ്മളൊക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും, കേരളത്തിലൊക്കെ ഈ വീട് വെക്കുക എന്നൊക്കെയുള്ള ചടങ്ങുകളുണ്ട്. അല്ലെ, നമ്മള് ഒരു മനുഷ്യൻ ശരീരം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ നാമം ജപിക്കേണ്ടതിനൊക്കെ പകരം നാമം ജപിക്കുകയും അങ്ങനെ രാമായണം വായിക്കുകയൊക്കെ ചെയ്യുന്ന പതിവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യും, ഈ ആത്മാവിന് വേണ്ട, ആത്മാവ് അതുവരെയും കഴിച്ചിരുന്ന എന്തൊക്കെയാണ്, ചിലപ്പോൾ മത്സ്യമാംസാദികൾ, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു ദുരാചാരം നമ്മുടെ ഇടയിലുണ്ട്. അല്ലെ, നോക്കൂ, ആത്മാവ് സൂക്ഷ്മ ശരീരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം വിട്ട് സൂക്ഷ്മ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഈ ശരീരം കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ മുമ്പ് ചെയ്തിരുന്ന വാസനകളെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് തിരിച്ച് ആത്മാവിനെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്നത് പോലെ ആയിപ്പോകും. അല്ലെ, അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഭഗവാൻ പറയുന്നത് എന്താണ്? മൂഢന്മാര് എന്ന് പറയുകയാണ്. അവർക്ക് ഒരിക്കലും ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാവില്ല എന്നും ഭഗവാൻ പറയുന്നതാണ്. 10ാമത്തെ ശ്ലോകം. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുജാനം വാ ഗുണാനിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാന ചക്ഷുഷഃ. ജീവാത്മാവ് എങ്ങനെ ശരീരം വിട്ടുപോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിമപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിക്കുന്നത് എന്നോ മൂഢന്മാർക്കറിയാൻ വയ്യ. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്നു. അപ്പോ ഉത്ക്രാമന്തം, അല്ലെ, ഉയർന്നു പോവുക, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക്. പിന്നെന്താ? സ്ഥിതം, നമ്മൾ അവിടെ കുറച്ചു നാൾ ജീവിക്കുന്നു. അല്ലെ, ഭുജാനം, ഭോഗങ്ങൾ അനുഭവിക്കുന്നു. ആ ശരീരത്തിൽ നിന്നുകൊണ്ട്, ആ സ്ഥിതമായിട്ടുള്ള ആ ശരീരത്തിൽ നിന്നുകൊണ്ടിട്ട് നമ്മൾ ആ ഭോഗങ്ങൾ അനുഭവിക്കുന്നു. ഗുണാനിതം, ത്രിഗുണങ്ങളോട് ചേർന്ന് ഇത് അനുഭവിക്കുന്നു. അല്ലെ, എന്താണ്? സത്വ രജോ തമോ ഗുണങ്ങൾ ചേർന്ന് ഇത് അനുഭവിക്കുന്നു. വിമൂഢാനുപശ്യന്തി, മൂഢന്മാർക്ക് ഇത് ഒരിക്കലും മനസ്സിലാവില്ല. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ പാതി രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. ഇപ്പോ പശ്യന്തി ജ്ഞാന ചക്ഷുഷഃ, ജ്ഞാനത്തിന്റെ അകക്കണ്ണുള്ള എന്റെ ഭക്തർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അല്ലെ, അങ്ങനെ മനസ്സിലായത് കൊണ്ടാണ് പ്രഭുപാദർ എന്താണ് 7 കടലും കടന്ന് പ്രഭുപാദർ അമേരിക്കയിൽ പോയിട്ട് ഇത്രയും അത് മനസ്സിലായി, ഈ തത്വം മനസ്സിലായി. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ അകക്കണ്ണ്, ആ ജ്ഞാന ചക്ഷു ഉള്ള വൈഷ്ണവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സത്സംഗം ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അപ്പോ ഈ 11ാമത്തെ ശ്ലോകം. യതന്തോ യോഗിനശ്ചൈനം പശ്യന്താത്മാന്യ അവസ്ഥിതം യതന്തോ അപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യ ചേതസഃ. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചു കൊണ്ടിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ ആത്മീയവാദികൾ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആത്മീയവാദികളുണ്ട്. അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സന്യാസിമാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഭഗവാന്റെ ഭക്തരല്ലാത്തവർക്ക് യതന്തോ അഭി, എത്ര പരിശ്രമിച്ചാലും നൈനം പശ്യന്തി, ഇത് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. മറിച്ച് എന്റെ ഭക്തരായ യോഗികൾക്ക്, എന്റെ ഭക്തരെ യോഗികൾ എന്ന് പറഞ്ഞു, കാരണം അവർ ഓൾറെഡി ഭഗവാനായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനായിട്ട് കണക്റ്റഡ് ആവുന്നതിനെ പറയുന്നത്. അപ്പൊ മറിച്ച് എന്റെ ഭക്തരായ യോഗികൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയാണ്. ശ്ലോകം 12. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നോ തത്തേജോ വിദ്ധി മാമകം. വിവർത്തനം.
പ്രപഞ്ചത്തിലെ അന്ധകാരം അത്രയും നീക്കി അതിനെ ശോഭാനമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്ന് തന്നെ വരുന്നവയാണ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ ഈ 12ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ അങ്ങോട്ട് തകർക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഭഗവാൻ എന്താണെന്ന് അർജുനന് മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലെ. പല രീതിയിലും ഇപ്പോ എന്താണ് വിശ്വരൂപമൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിലും ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഭക്തന്മാർക്ക്, യശോദാമ്മയ്ക്ക് ആണെങ്കിലും എല്ലാവർക്കും. പക്ഷെ എന്താണ് നമ്മുടെ ഓർമ്മ ഇതൊക്കെ കൊണ്ടിട്ട് പലപ്പോഴും ഇതൊക്കെ മറന്നുപോയിട്ട് വീണ്ടും നമ്മൾ ഭഗവാനെ സാധാരണ ഒരാളായിട്ടൊക്കെ കാണാൻ ശ്രമിക്കും. അപ്പൊ ഭഗവാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ 12ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ വിഭൂതികളെ പറ്റി തന്റെ ശക്തികളെ പറ്റി ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. അതല്ലേ എന്താണ് പറയുന്നത്? പ്രപഞ്ചത്തിലെ അന്ധകാരം അത്രയും നീക്കി അതിനെ ശോഭാമാനമായി വെക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് പറയുന്നത് അല്ലെ. ഭഗവാനിൽ നിന്നാണ്, എന്നിൽ നിന്നാണ് ഈ തേജസ് എല്ലാം വരുന്നത്. ചന്ദ്രന്റെയും അഗ്നികളുടെയും തേജസ്സും എന്നിൽ നിന്ന് തന്നെ എന്ന് ഭഗവാൻ ഇവിടെ പറയാണ്. അപ്പോ അതാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. ഇവിടെ മുതൽ ഭഗവാന്റെ ശക്തികളെ കുറിച്ച് പറയാണ്. 13 ഗാമ വിശ്വച്ച ഭൂതാനി ധാരയാമ്യഹ മോജസം പുഷ്ണാമി ചൗഷധി സർവാം സോമോ ഭൂത്വാ രസാത്മതഃ. ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപ്പൂകി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. ഇപ്പോ ഭഗവാൻ പറയാണ് അല്ലെ, പ്ലാനറ്റ് ഗ്രഹങ്ങളിലെ എല്ലാ ഗ്രഹങ്ങളെയും ഭഗവാൻ തന്നെ ഉൾപ്പോയിക്കൊണ്ട് അതിനെ അതാത് സ്ഥലത്ത് നിർത്തുന്നത് ഞാനാണെന്ന് പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഈ ഗ്രഹങ്ങളൊക്കെ കൂട്ടിയിടിച്ച് അവിടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലെ. നമ്മൾ പഠിക്കുന്നുണ്ട് ഈ സൗര ഉപരിതലത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. ഇത് ആര് നിർത്തി? ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ നിർത്തിയാണോ? അല്ലെ, ഒരേ ഒരു ശാസ്ത്രജ്ഞനാണ് അതൊക്കെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അത് വളരെ കൃത്യമായിട്ടാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഭഗവാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലായി. സൂര്യൻ ഒന്ന് നിന്നെടുത്ത് നിന്ന് ഒരടി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമ്മളൊക്കെ കരിഞ്ഞു പോകും അല്ലെ. ഈ ഭൂലോകം തന്നെ കരിഞ്ഞു പോകും. ഒരടി പിന്നോട്ട് പോയാലോ നമ്മളെല്ലാം ഫ്രീസ് ആവും എന്നാ പറയുന്നത് അല്ലെ. നമ്മളെല്ലാം ഫ്രീസായി പോകും, നമുക്കൊന്നും ജീവിക്കാനേ സാധിക്കില്ല അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും ഭഗവാന്റെ ആ ഒരു കരുണയും കരുതലും. ഒന്ന് ആലോചിച്ചു ആ ശക്തി. നമ്മളൊന്ന് നോക്കും ആ സൂര്യന്റെ തേജസ്സൊക്കെ, നമ്മളെ സൂര്യന്റെ നേരെ ഒന്ന് നോക്കാൻ നമുക്ക് സാധിക്കും. നഗ്നനേത്രം കൊണ്ട് സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് അതിനകത്തേക്ക് നോക്കി സൂര്യൻ മേളിൽ വരുമ്പോൾ നമുക്ക് നോക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ ആ ശക്തി എവിടെ നിന്നാണ് വരുന്നത്? അത് ഭഗവാനാണ് അതൊക്കെ തരുന്നത്. അപ്പൊ ഭഗവാൻ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിൽ റിവൈൻഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഭഗവാൻ പറയാണ് ഇതെല്ലാം കൃത്യമായി നിലനിർത്തുന്നത് ഞാൻ തന്നെയാണ് അല്ലെ. ഗ്രഹങ്ങളൊന്നും കൂട്ടിയിടിക്കാണ്ടേക്കുന്ന നമ്മളിവിടെ ഹൈവേയിലൊക്കെ 1-2 സ്കൂട്ടറും ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എത്ര കൂട്ടിയിടിക്കാൻ നടക്കുന്നത് അല്ലെ. 1 വേ ആയിട്ട് പോലും നമ്മൾ കൂട്ടിയിടിച്ച് വീഴുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ഇതൊക്കെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിർത്തുന്നതെന്ന് ഇത് നോക്കുകയാണ്. അതേപോലെ എല്ലാ സസ്യങ്ങൾക്കും നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഈ സസ്യങ്ങൾക്ക് കിട്ടുന്ന ജീവരസം കൊണ്ടാണ്. അത് ചന്ദ്രനാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലും കൊടുക്കുന്ന ഭഗവാനാണ്. എന്തിനു വേണ്ടി ഭഗവാൻ ചെയ്യണം? ഭഗവാൻ ഇതൊക്കെ ആസ്വദിക്കാണ് അല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അത് എല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശ്ലോകം 14 അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പച്ഛാമ്യന്നം ചതുർവിധം. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറന്തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാണ് എന്താണ്, ഞാനില്ലെങ്കിൽ നിങ്ങളൊന്നുമില്ല എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ ശ്ലോകങ്ങളാണ് ഇതൊക്കെ. ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ നിലനിൽക്കുന്നതെന്ന് ഭഗവാൻ പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. നമ്മള് എന്താണ് നമ്മുടെ ഇനി ഭഗവാൻ അതുവരെ നമ്മളെ മുകളിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്, നമ്മൾ ഈ ഭൂമിയെ കുറിച്ചും ഇതൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഇനി ഭഗവാൻ പറയുന്നത് ഇനി നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ദഹിപ്പിക്കുന്നത് ഞാനാണ്. എങ്ങനെയാണ്? ജഠരാഗ്നിയായിട്ട്, വൈശ്വാനൻ എന്ന ദഹനാഗ്നിയായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രാണൻ, അപാനൻ, വായു അല്ലെ, അങ്ങനെ 4 തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ചവയ്ക്കുന്നത്, ചപ്പി കുടിക്കുന്നത്, വിഴുങ്ങുന്നത്, ഇങ്ങനെയൊക്കെ 4 തരത്തിലുള്ള ആഹാരം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാനാണ് ചെയ്തു തരുന്നത് നിങ്ങൾക്ക്
നിങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഈ വായിലിട്ട് ചവച്ച് അല്ലെങ്കിൽ വിഴുങ്ങിയൊക്കെ ഇത് എങ്ങനെയാണ് ഉള്ളില് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതിനെല്ലാം കാരണം ആരാണ്? ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്ന ഭഗവാനാണോ? അല്ല, നമ്മളാണ് കാരണം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്യൂർ അല്ലാത്തത് കൊണ്ട്, പ്രസാദമാക്കി കഴിക്കാത്തത് കൊണ്ട്, അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് കഴിക്കുന്നത് കൊണ്ട്, രുചി അല്ലെ? പണ്ടത്തെ ആളുകളെല്ലാം ഗുണമാണ് നോക്കുന്നത്, എല്ലാത്തിന്റെയും ഗുണമാണ് എടുക്കുന്നത്. പക്ഷെ ഇന്നെന്താണ്? രുചിയാണ് നോക്കുന്നത്. അപ്പൊ ആ രുചിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ അസുഖം വരുന്നത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നതെങ്കിൽ അത് വിഷയം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ വാഹനങ്ങളിലൊക്കെ അതിന്റെ എഞ്ചിൻ, അതിന്റെ ലെവൽ അറിയാം അല്ലെ? അതിന്റെ ഒരു ലെവൽ സൂചി നമ്മൾ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എൽ, എം, എച്ച് എന്നൊക്കെ ഉണ്ടാവും, ഹൈ എന്നൊക്കെ ഉണ്ടാവും. അതിന് മേളിലേക്ക് പോയി എന്ത് സംഭവിക്കും? പ്രശ്നമാവും അല്ലെ? വണ്ടിക്ക് തകരാറ് വരും. ആ ലോയിൽ നിന്ന് താഴത്തേക്ക് പോയാലും വണ്ടിക്ക് പ്രശ്നമുണ്ട്, എഞ്ചിനൊക്കെ കംപ്ലൈന്റ് ആവും. അപ്പൊ നോക്കൂ, ആ കൃത്യമായ അളവിൽ വേണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെ, നമ്മൾ ഭഗവാന്റെ എലമെന്റ്സ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കാറുകളും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയും സൈക്കിളും ഒക്കെ നമ്മൾ അത് വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ലോകത്ത് ഭഗവാൻ അറിയാനുള്ള ഏക ജന്മമായിട്ടുള്ള മനുഷ്യ ശരീരം കിട്ടിയിട്ട് ആ ശരീരത്തിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് യാതൊരു വിധത്തിലുള്ള ധ്യാനവും ഇന്നത്തെ ആളുകൾക്കില്ല അല്ലെ? പലപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രസാദമാണെങ്കിലും കൺട്രോൾ ചെയ്ത് കഴിക്കണമെന്ന് പലപ്പോഴും നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആവശ്യമുള്ളത് കൊടുക്കുമ്പോൾ ഭഗവാൻ അത് വളരെ കൃത്യമായിട്ട് അതിന്റെ പ്രോട്ടീൻ, വിറ്റാമിൻസ്, അങ്ങനെ പല രീതിയിൽ അങ്ങാട്ടും ഇങ്ങോട്ടും അതിന്റെ മോഷൻ, അത് പുറത്തേക്ക് കളയേണ്ടത് അല്ലെ, യൂറിൻ പോകേണ്ടത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ് നമുക്ക്. അതെല്ലാം ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാനോടെ അച്ചട്ടായിട്ട് പറഞ്ഞു തരികയാണ്. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നിലനിൽപ്പില്ല എന്ന് ഭഗവാനോട് പറയുകയാണ്. അപ്പോ അതേപോലെ തന്നെ 15-ാമത്തെ ശ്ലോകം, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമോപോഹനം ചാം വേദൈശ്ച സർവൈരഹമൈവ വേദ്യോ വേദാന്തകൃദ്വേദ വിദേഹ ചാഹം. അങ്ങനെ സർവ്വജീവികളുടെ ഹൃദയത്തിൽ ഞാൻ പാടുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്. ഭഗവാൻ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ശ്ലോകമാണ് അല്ലെ? സർവസ്യ ചാഹ ഹൃദി സന്നിവിഷ്ടം, എല്ലാ ഹൃദയങ്ങളും, എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. സ്മരണയും മറവിയും എല്ലാം എന്നിൽ നിന്നാണ് എന്ന് പറയുന്നു അല്ലെ? വേദേശ്ച സർവേ രഹമേവ വേദോ, സർവവേദങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എന്നെ അറിയാനാണ്, ഭഗവാൻ അറിയാനാണെന്ന് ഭഗവാനോട് പറയുന്നത്. വേദാന്തം ഉണ്ടാക്കിയതും ഭഗവാൻ തന്നെ, അതിൽ അറിയേണ്ടതും ഭഗവാനാണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് ഓർമ്മയും മറവിയും കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ് അല്ലെ? അപ്പൊ മറവി നമുക്ക് പലപ്പോഴും അനുഗ്രഹമായിട്ട് പലപ്പോഴും തോന്നാറില്ലേ? ചിലപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. അപ്പൊ ഭഗവാൻ ചില സമയത്ത് നമുക്ക് മറന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, ഇത് മറന്നു പോയല്ലോ, കഷ്ടമായി പോയി അല്ലെ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ മറവിയുടെ അനുഗ്രഹമാണ് പലപ്പോഴും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭൗതിക ലോകത്ത് നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ മാതാജിമാര്, സ്ത്രീകള് പ്രസവ വേദന, അതായത് അത് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായിട്ടാണ് പറയുന്നത്. മരണവേദന കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വലിയ വേദനയായിട്ടാണ് അല്ലെ? എന്താണ് 24 ഏറ്റവും അസ്ഥികൾ ഒടിയുന്ന വേദന നമുക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു പ്രസവം നടക്കുന്ന സമയത്ത്. അപ്പോ അങ്ങനെ ഉണ്ടായിട്ട് പോലും ആ വേദന അവർ അനുഭവിച്ചിട്ട് വന്നിട്ട് പോലും അവർ വീണ്ടും അവര് ഗർഭിണിയാവുന്നുണ്ട് അല്ലെ? അപ്പൊ ആ മറവി ഭഗവാൻ കൊടുത്തിട്ട് ആ വാത്സല്യ ഭാവം കൊടുക്കും. കുട്ടികളെ വളർത്തണം, കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, നല്ല കൃഷ്ണാവബോധമുള്ളവരാക്കണം എന്നൊക്കെ ഉള്ളത് ചിന്തിച്ചിട്ടാണ് നമ്മൾ ആ മറവി നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറും അല്ലെ? അപ്പോ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എപ്പോഴും ഈ പിന്നെ നമുക്ക് എന്താണ് ഓർമ്മ പലപ്പോഴും ഇല്ലാണ്ടാവുന്നത് പലപ്പോഴും, കാരണം മരണം നമുക്ക് സുനിശ്ചിതമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ മരിക്കും എന്നുള്ളത് ഒരു നിത്യസത്യമാണ്. പക്ഷെ മരണത്തെപ്പറ്റി മാത്രം ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മൾ നാളെ മരിക്കുമോ മറ്റന്നാൾ മരിക്കുമോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സമാനം നഷ്ടപ്പെടും അല്ലെ? പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മറക്കാനും നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ എപ്പോഴും എന്താണ് ഭഗവാന്റെ നിത്യദാസനാണെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അത് ആധ്യാത്മിക ചിന്തയാണ് അല്ലെ? ഭൗതിക ചിന്തയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ആധ്യാത്മിക ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്. നമ്മുടെ ജീവിതം എന്താണ്? ഭഗവാന്റെ ലോകത്തേക്ക് മടങ്ങിപ്പോകലാണ്.
അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ കർത്തവ്യം. ആ ആത്മാവിനെ പോലും ഓരോ ജീവാത്മാവിനെ നമ്മൾ കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ നിത്യദാസൻ എന്നുള്ള ഭാവം നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അത് എപ്പോഴും അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ബാക്കിയെല്ലാം ഭഗവാൻ നമുക്ക് നടത്തി തരും. തെറ്റുകൾ ചെയ്യാത്ത ആളുകളില്ല, അല്ലെ? അത് മറന്നുകൊണ്ട് അവരെയൊക്കെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരുപാട് തെറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും പല പല തെറ്റ് ചെയ്യുന്നുണ്ട്. അർജുനൻ എത്രയോ തെറ്റ് ചെയ്തേക്കണം, ഭഗവാനെ പിടിച്ച് ചവിട്ടിവരെയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെ അർജുനൻ? പക്ഷെ അതൊക്കെ എന്താണ്? അതൊക്കെ വിസ്മരിക്കാനും എല്ലാമുള്ള ഒരു ഇത് ഭഗവാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അർജുന് പോലും പലപ്പോഴും ഇതെല്ലാം വിസ്മരിച്ചു പോയിട്ടുണ്ട്, അല്ലെ? അർജുനന്റെ നേരെ എന്താണ് പല രീതിയിലുള്ള അസ്ത്രങ്ങൾ വന്നപ്പോ പോലും, അല്ലെ? നാരായണ അസ്ത്രം പ്രയോഗിച്ച സമയത്ത് ഭഗവാൻ എണീറ്റ് നിന്നിട്ട് അത് സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് അത് പുഷ്പമായിട്ട് മാറി, മാലയായിട്ട് മാറി. അതൊക്കെ കൊണ്ടുവച്ചെങ്കിൽ അർജുനൻ അപ്പോഴേ കഴിഞ്ഞു പോയേനെ അർജുനന്റെ കഥ. അപ്പൊ ഭഗവാൻ പലപ്പോഴും ഭഗവാന്റെ വളരെ ഭക്തനായതുകൊണ്ട് ഭഗവാൻ വളരെ റിസ്ക് എടുത്തുകൊണ്ടിട്ട് ഇതെല്ലാം അർജുനന് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അവസാന സമയത്ത് ഈ യുദ്ധം കഴിഞ്ഞതിന് സമയത്ത് അർജുനൻ തേരിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചു. എന്താണ്? അപ്പത്തേക്കും വിസ്മരിച്ചു, ഞാനാണ് ഈ യുദ്ധം ജയിച്ചതെന്നുള്ള ഒരു ഇത് വന്നു, അല്ലെ? അവിടെ കൃഷ്ണാവബോധത്തിൽ ബ്രേക്ക് വന്നു പെട്ടെന്ന് തന്നെ. ഭഗവാനാണ് സുപ്പീരിയർ എന്നുള്ള ഇത് ബ്രേക്ക് വന്നപ്പോ എന്ത് ചെയ്തു? ഭഗവാൻ ഇറങ്ങിക്കോളും, ഞാൻ ലാസ്റ്റ് ഇറങ്ങിക്കോളാം, അപ്പൊ എല്ലാരും കാണും ഞാനാണ് ഇത് ജയിച്ചെന്നുള്ള ഒരു വിദ്യാഹങ്കാരം ആ സമയത്ത് വന്നു അർജുനന്. അപ്പോ അവിടെ ഭഗവാൻ കാണിച്ചു ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്താണ് അർജുനന്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. അവസാനം ഭഗവാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ദിഗന്ധങ്ങൾ നടുക്കുമാറ് ആ രഥം പൊട്ടിത്തെറിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അത്രയധികം അസ്ത്രങ്ങൾ അതിനകത്ത് കൊണ്ടിട്ടുണ്ട്. ഭഗവാൻ ഇരുന്നുകൊണ്ട് മാത്രമാണ്. അപ്പോഴാണ് അർജുന ഞാൻ മറന്നുപോയി, ഇത് ഭഗവാനാണ്, ഇത് സുപ്രീം പേഴ്സണാലിറ്റി ആണെന്ന് മനസ്സിലായി. അപ്പോൾ വീണ്ടും ആ സ്മരണ വന്നു. അപ്പൊ അതുകൊണ്ട് ആധ്യാത്മിക നമ്മൾ എപ്പോഴും വേണ്ടത് നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. 16ാമത്തെ ശ്ലോകം. ദ്വാവിമൗ പുരുഷോ ലോകേ ചരാചാക്ഷര ഏവചാം ചരഃ സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. അപ്പൊ ഇവിടെ പുരുഷന്മാർ രണ്ടു വിധം, തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം പറ്റുന്നവരാവുന്നു, ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയില്ല. അപ്പൊ പുരുഷന്മാരിവിടെ രണ്ടു വിധം എന്നുള്ളത് ഭഗവാൻ പറയുന്നു. ഒന്ന് ക്ഷരം, അല്ലെ? ക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തെറ്റ് പറ്റാവുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്, അല്ലെ? ക്ഷരം രണ്ടുതരം പുരുഷന്മാർക്ക്. ക്ഷരം എന്ന് വെച്ചാൽ നശിച്ചു പോകും, സാധാരണക്കാരൻ, നമ്മളെ പോലുള്ള ആൾക്കാരാണ്. നമ്മുടെ ഈ ശരീരം നശിച്ചു പോകും. നശിച്ചു പോകുന്ന ശരീരം ഉണ്ടല്ലോ നമുക്കൊക്കെ. നമ്മൾ എത്ര ആധ്യാത്മികം ചെയ്താലും നമ്മുടെ ഈ ശരീരം വിടേണ്ട സമയത്ത് നമ്മുടെ ശരീരം നശിച്ചു പോകുന്ന സാധാരണക്കാരാണ് നമ്മൾ. മറ്റേത് അക്ഷരം, നശിക്കാത്തത്. അങ്ങനെയുള്ള ആളുകളുണ്ട്, അല്ലെ? സന്യാസികൾ, അതായത് ശീല പ്രഭാതര്, ഇപ്പൊ ഗുരുമഹാരാജ്, ഇവരെല്ലാവരും എന്താണ്? ഇവര് അക്ഷരമാണ്. അതായത് അവര് ഭഗവാന്റെ മുക്താത്മാക്കളാണ്. ശരിക്കും നമ്മൾ ബദ്ധാത്മാക്കളാണ്, അവര് മുക്താത്മാക്കളാണ്, അല്ലെ? പൂന്താനത്തിനെ എന്താണ്? സ്വർണ്ണത്തേരിൽ വന്നിട്ട് അങ്ങനെ തന്നെ ശരീരത്തോടു കൂടി തന്നെ ഭഗവാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോ നമ്മളെല്ലാവരും ക്ഷരമാണ്, ഇതാണ്. എന്നിട്ട് ഭഗവാൻ ഇതിനകത്ത് അവസാനം പറയുകയാണ്, ഇത് രണ്ടിലും ഭഗവാൻ പെടില്ല എന്ന് പറയുകയാണ്, അല്ലെ? അത് പറയുന്നത് ഈ രണ്ടിലും, ഈ ക്ഷരത്തിലും അക്ഷരത്തിലും ഞാൻ ഭഗവാൻ ഇല്ല എന്ന് പറയാം. ഭഗവാൻ അവിടെ സൈലന്റ് ആയിട്ട് പറയുകയാണ്. അതായത് ഈ രണ്ട് പുരുഷന്മാരിലും ഞാനില്ല എന്ന് ഭഗവാൻ അവിടെ പറയുകയാണ്. ശ്ലോകം 17. ഉത്തമഃ പുരുഷസ്ത്വന്യാം പരമാത്മേന പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയ ഈശ്വരഃ. ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായ ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെയും ഭഗവാൻ പറയാണ്, ഭഗവാൻ പറയാതെ പറയാണ്, അല്ലെ? ഞാനാണെന്ന് അപ്പോഴും ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ പറയുന്നത് ഈ ക്ഷരവും അക്ഷരവും ഒക്കെ അതീതനായ ആളാണ്, അല്ലെ? അതായത് ലോകമെല്ലാം പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു എന്നാ പറയുന്നത് ഭഗവാനെ, അല്ലെ? അപ്പോ അത് 18ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. ഈ ഭഗവാൻ ഈ 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഭഗവാനുണ്ട്, അവ്യയനായ ഭഗവാനുണ്ട്. ഇതിനെ കൂടാതെ അവ്യയനായ ഒരു ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. അപ്പോ സർവ്വജീവികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ പരമാത്മാവിനെ അറിയാൻ സാധിച്ച ബുദ്ധിമാനായ ഒരുവൻ മാത്രമാണ് പൂർണ്ണശാന്തി നേടാൻ യോഗ്യനാവുന്നതെന്ന് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. 18ാമത്തെ ശ്ലോകം. യസ്മാക്ഷരമതീതോ അഹമക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ.
അവിടെ ഭഗവാൻ പറയാണ്, ഞാൻ ഇന്ദ്രിയാതീതനും ചരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു എന്ന് പറയുന്നത്. അപ്പോ ഭഗവാൻ അവിടെ പറയുന്നതാണ്, ഞാനെന്ന് പറഞ്ഞാൽ ഈ ക്ഷരനും അക്ഷരനും ഒക്കെ അതീതനായ ആളാണ് ഞാൻ ഇവിടെ പറയാണ് ഭഗവാൻ, അല്ലെ? എന്താ പറയുന്നത്? അദോസ്മി എന്ന് പറയാണ്. അദോസ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നുണ്ട് അതീതനായ ആള്, അല്ലെ? അതിനൊക്കെ ലോകമെല്ലാം എന്നെ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത്. ഐ ആം ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് ഭഗവാൻ ഇവിടെ സമർത്ഥിക്കുകയാണ്, പറയാണ്, തുറന്നു പറയാണ് ഭഗവാൻ. വിഷ്ണു അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷ്ണുവല്ല, നാരായണനല്ല, ഞാനാണ് കൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്ന പേരിലുള്ള നാമധേയനായിട്ടുള്ള ഞാനാണ് ഇതിന്റെ എല്ലാം സർവ അധികാരി, അല്ലെങ്കിൽ സർവോത്തമനായിട്ടുള്ള സർവ്വതിന്റെയും നിയന്താവ് ഞാനാണെന്ന് ഭഗവാൻ ഇവിടെ അസന്നിഗ്ധം അർജുന്റെ അടുത്ത് പറയുകയാണ്, പ്രസ്താവിക്കുകയാണ്. അപ്പൊ സർവശ്രേഷ്ഠനായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു എന്ന് പറയാണ്. അപ്പോ 19ാമത്തെ ശ്ലോകം, യോ മാമേവ സമ്മൂഢാം ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. വിവർത്തനം, എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നവൻ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. അപ്പൊ അർജുന്റെ അടുത്ത് പറയാണ്, ഇനി ഭക്തനെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ ഭഗവാനെ പറ്റി ഭഗവാൻ പറഞ്ഞു തരുന്നത്, ഞാനാണ് സുപ്രീം പേഴ്സണാലിറ്റി എന്ന് ഭഗവാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഭഗവാന്റെ ഭക്തൻ എങ്ങനെയുള്ളവനാണെന്ന് കുറിച്ച് പറയാണ്, യാതൊരു സംശയമില്ലാതെ, അല്ലെ? അതായത് യാതൊരു സംശയവുമില്ലാതെ എന്നെ ഭജതി എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശരിക്കും പറയുന്നുണ്ട്. അതായത് എന്നെ ഭജിക്കുന്നവൻ, എന്നെ മാത്രം ഭജിക്കുന്നവൻ, പരമദിവോത്ത പുരുഷൻ എന്ന് അറിയുന്നവൻ, അവനാണ് എല്ലാം അറിയുന്നവൻ. നാരായണന്റെയും വിഷ്ണുവിന്റെയും ഉറവിടം ഞാനാണെന്ന് അറിയുന്നവനാണ് യഥാർത്ഥ ഭക്തൻ എന്ന് ഭഗവാനോട് പറയാണ്. അപ്പോ അതായത് നമുക്കറിയാലോ, കൃഷ്ണൻ ഭഗവാനിൽ നിന്ന് നമ്മുടെ പ്രസിദ്ധേന്ദ്ര പ്രഭു ഒരു ദിവസം പറയണ്ടായിരുന്നു. അതായത് പലരും വിഷ്ണുവിനെയൊക്കെ ആരാധിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അല്ലെ? പക്ഷെ ഇതെല്ലാം ഭഗവാനിൽ നിന്നുണ്ടായത്, അല്ലെ? നമ്മുടെ ഇപ്പൊ തൃക്കോവിൽ അമ്പലത്തിൽ നമ്മളിപ്പോ നടന്നതില് കൃഷ്ണനെ അവതാരമായിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പൊ ഈ ജ്ഞാനം അവർക്കില്ല, അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മളൊക്കെ വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് പുരുഷോത്തമ യോഗെത്തിയത്. അപ്പോ ആ കൃഷ്ണനിൽ നിന്ന് ബലരാമൻ ഉണ്ടാവുന്നു, പിന്നെ ചതുർവ്യൂഹം ഉണ്ടാവുന്നു, സംഘർഷണം ഉണ്ടാവുന്നു, നാരായണൻ ഉണ്ടാവുന്നു, അടുത്ത ചതുർവ്യൂഹത്തിലാണ് വിഷ്ണു തന്നെ വരുന്നത്, അല്ലെ? അപ്പൊ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ ആ ഭജതി എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 20ാമത്തെ ശ്ലോകം കൂടി നോക്കാം, സമയം വളരെ അതിക്രമിക്കുന്നു. ഇതി ഗുഹ്യതമം ശാസ്ത്രം മിതമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത്കൃതകൃത്യശ്ച ഭാരത. ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിൽ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവൻ ബുദ്ധിശാലികളാവും, അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും എന്ന് പറയാണ്. അപ്പോ ഹേ പാപരഹിത, അല്ലെ? ഭഗവാനെ കുറിച്ച് അറിയുന്ന ആള് എന്താണ്? പാപരഹിതനാണ്. അപ്പോ അർജുനൻ ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു, ഭഗവാനാണ് സുപ്രീം പേഴ്സണാലിറ്റി. അതുകൊണ്ട് ഭഗവാൻ വിളിക്കുകയാണ് ഹേ പാപരഹിത എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, പാടെ വർജിക്കേണ്ടതായുള്ള ചില കൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഭാരതത്തിൽ പറയുന്നുണ്ട്. ഇതിൽ സുപ്രധാനമായത് ഹൃദയ ദൗർബല്യം, അല്ലെ? ആദ്യം അർജുനൻ ഉണ്ടായത് ഹൃദയ ദൗർബല്യമാണ്. ആ ഹൃദയ ദൗർബല്യം നമ്മൾ മാറ്റണം. അത് ഒന്നാമത്തെ കാര്യമാണ്, ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന ആഗ്രഹം, അല്ലെ? ഇപ്പൊ യുദ്ധങ്ങൾ ഇതൊക്കെ നടക്കുകയാണ്. നമ്മുടെ ഈ ലോകം മുഴുവൻ കാൽക്കീഴിലാക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങൾ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഈ ആ ഒരു ഭൗതിക പ്രകൃതി കീഴടക്കണമെന്നുള്ള ആ ആഗ്രഹം, അല്ലെ? കാമം, ആദ്യത്തെ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് തുടക്കക്കാരനായിട്ടുള്ള കാമം, അതിനാണ് ഈ പറയുന്നത്. അപ്പോ അത് ദിവ്യ പ്രേമ ഭക്തിയുത സേവനത്തിന്റെ രീതിയെ തന്നെ നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞു. ആ കാമം നമ്മുടെ ഉള്ളിൽ കൂടുതലായി കഴിഞ്ഞില്ല. ഇപ്പൊ ഭൗതിക പ്രകൃതി കീഴടക്കുന്ന വാസന വളരുന്നതോടൊപ്പം ഭൗതിക പദാർത്ഥങ്ങളിലുള്ള ആസക്തിയും അത് നേടാനുള്ള മനോഭാവവും കൂടുന്നു എന്നതാണ് എന്റെ അഭിപ്രായം. അപ്പോ കാമ, ക്രോധ, ലോഭ, അല്ലെ? കാമം നമുക്ക് എന്തെങ്കിലും ആഗ്രഹിച്ച് അത് കിട്ടാണ്ട് വന്നാൽ അത് ക്രോധമായിട്ട് മാറും നമുക്ക്, അല്ലെ? ക്രോധമായിട്ട് മാറും. നമ്മൾ എന്താണ് പിന്നീട് ചെയ്യുന്നതെല്ലാം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്രയും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും. അപ്പൊ അതുകൊണ്ട് പാപരഹിതനാവുക എന്ന് വെച്ചാൽ മനോധർമ്മല്യം മാറ്റുക, കാമക്രോധങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്താണ് കർമ്മങ്ങൾക്കെല്ലാം പൂർണ്ണത വരുന്നത്. അത്യന്തികം ബുദ്ധിമാനായി മാറാനായിട്ട് ഒരേ ഒരു വഴിയാണ് ഭഗവാൻ ഭജതി. ഭഗവാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഭക്തിയുത ഭഗവത് സേവനം. കേവലം നാമം ജപിക്കുക മാത്രമല്ല, കേവലം എന്താണ് ഭഗവാന്റെ ആരതി ചെയ്യുക മാത്രമല്ല,
നമ്മൾ എല്ലാം ഭഗവാനെ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ എന്താണ് കഴിക്കുന്നത്, ഇതെല്ലാം ഭഗവാനെ നേദിച്ചു കൊണ്ടിട്ട് ഭഗവാന്റെ അമ്പലം വൃത്തിയാക്കുക, ഭഗവാന്റെ ഇരിപ്പിടം വൃത്തിയാക്കുക, ഭഗവാന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമ്മൾ കൊടുക്കുക. ഭഗവത്ഗീത എന്താ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ എപ്പോഴും ശ്രദ്ധ പുലർത്തണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ ഭക്തിയുത ഭഗവത് സേവനം എന്ന് പ്രഭാതത്തിൽ നമ്മളെ പഠിപ്പിച്ചു. വെറുതെ എല്ലാം അത് ചെയ്യാത്ത ഒരാൾക്കും തന്നെ ഭഗവാന്റെ ഈ ധാമത്തിലേക്ക് ഈ എന്താ പറയുക ഒരു ദുഃഖമില്ലാത്ത ധാമത്തിലേക്ക് ആർക്കും എൻട്രി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എല്ലാവർക്കും ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവർക്കും ഭക്തിയുത ഭഗവത്സേനം ചെയ്ത് ഭഗവാൻ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം നമ്മുടെ ആചാര്യന്മാരിൽ നിന്നും വൈഷ്ണവരിൽ നിന്നും ഉണ്ടാവട്ടെ, ഭഗവാനിൽ നിന്നുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വളരെ നന്നായിട്ട് തന്നെ ക്ലാസ് എടുത്തു. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് എത്ര പറഞ്ഞാലും എന്താ പറയാ, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. റെസ്ട്രിക്ഷന്റെ മലയാളം എനിക്കറിയില്ല. അപ്പം നമ്മളത് കൂടുതലും ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എന്താ പറയാ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. താങ്ക് യു പ്രഭു. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. സംശയമൊന്നുമില്ല, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ 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 സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. പറഞ്ഞു തന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ നന്നായിട്ട് പതിയുന്ന വിധത്തിൽ അത്രയും സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ പ്രഭുജി, ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. പ്രഭു മ്യൂട്ടാണ്. ശരണ്യപ്രഭു മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ പൂജി. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും പൂജി. കൺട്രോൾ ചെയ്യാനേ സാധിക്കുള്ളൂ. അതിനൊരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അതിന് എന്താ പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഭഗവാൻ ഒരു ഇന്ദ്രിയം കൂടി ഈ അധ്യായത്തിൽ പറഞ്ഞു, മനസ്സ് എന്നുകൂടി പറഞ്ഞു അല്ലെ. നമുക്കപ്പോ പറഞ്ഞില്ലേ, നമ്മുടേതല്ലാത്തത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇല്ലാത്തതിന്റെ പുറകെ ഓടാതിരിക്കുക. ഈ മിഥ്യാലോകത്ത് നമ്മൾ അതിന്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായുള്ള മാർഗം. അത് വളരെ എന്താ പറയുന്നത് സത്സംഗത്തിലൂടെയും നമ്മൾ ഒരുമിച്ച് ചേർന്ന സത്സംഗത്തിലൂടെയും ഇതേപോലുള്ള സത്സംഗത്തിലൂടെയൊക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ ഹരകൃഷ്ണ മന്ത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ 99% നാമജപത്തിലൂടെയാണ് നമ്മുടെ ശുദ്ധി കൈവരിക. ഹൃദയശുദ്ധി കൈവന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കൺട്രോളിലാകും പ്രതി. സത്സംഗമാണ് ഏറ്റവും നല്ലൊരു മാർഗം. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എക്സലന്റ് ക്ലാസ്. വളരെ നന്നായിരുന്നു. ഇറ്റ് വാസ് വെരി 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 ക്ലിയർ. ലൈക്ക് മാതാജി സെഡ്, വളരെ സിമ്പിൾ ബട്ട് ഇറ്റ് വാസ് വെരി വെരി ക്ലിയർ. നന്നായിരുന്നു പ്രഭു. ഇറ്റ് വാസ് എക്സലന്റ്. താങ്ക് യു പ്രഭു. താങ്ക് യു മാതാജി. മാതാജിയുടെ അനുഗ്രഹം. ഹരേ കൃഷ്ണ. സോറി, ഞാൻ വേറെ പോയി. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത ഗീതാ മഹാത്മ്യം ക്ലാസ് എടുത്ത രാധാശക്തി മാതാജിക്കും, അതേപോലെ തന്നെ ഹരിനാമ മഹാത്മ്യം പറഞ്ഞു തന്ന പ്രസാദ് കൃഷ്ണൻ പ്രഭുവിനും, ഭഗവത്ഗീത ക്ലാസ് വളരെ നന്നായിട്ട് എടുത്ത ശരണ്യ ശ്യാംസുന്ദർ പ്രഭുവിനും ഇസ്കോൺ കൊച്ചി സെന്ററിന്റെ വക നന്ദി അറിയിക്കുന്നു. നമുക്ക് നരസിംഹാരതി കൂടി ചൊല്ലിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.
नामस्ते नरसिंहाय प्रह्लादह्लाददायिने हिरण्यकाशिपोर्वक्षः शीलटङ्कानखालये इतो नरसिंहा परतो नरसिंहा यतो यतो यामि ततो नरसिंहा बाहिर्नरसिंहा हृदये नरसिंहा नरसिंहमदिं शरणं प्रपद्ये तव करकमलवरे नाखाम् अद्भुतशृङ्गाम् दलिता हिरण्यकशिपोर्तनुभृङ्गाम् केशवधृता नरहरिरूप जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव जय प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज सर्व भक्त विघ्न विनाशक लक्ष्मीपति नरसिंहदेव भगवान की जय भक्त शिरोमणि प्रहलाद महाराज की जय श्रीला प्रभुपाद की जय ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും നമുക്ക് നെക്സ്റ്റ് വെള്ളിയാഴ്ച എല്ലാവർക്കും ക്ലാസ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു.